ഹായ് ഗൈസ്, ഞാനങ്ങനെ വല്ലാതെ ബുക്ക് വായിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. പക്ഷെ ഞാൻ വായിച്ച ബുക്സിൽ എനിക്ക് ഭയങ്കര കണക്റ്റായ ഒരു ബുക്കാണത്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറേ തെറ്റിദ്ധാരണകൾ മാറും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ നമ്മളെക്കുറിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകൾ ഈ ഒരു ബുക്ക് വായിച്ചാൽ മാറും. പേഴ്സണലി എനിക്ക് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ശരിയാണെന്നും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് പേഴ്സണലി കാണിച്ചു തന്നൊരു ബുക്കാണത്. ഇത് വായിച്ചതിന് ശേഷം എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നൊരാൾ വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പറ്റണമെന്നില്ല. ശരിയല്ല? നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നതിലേക്ക് തെറ്റാണ് എന്ന രൂപത്തിൽ പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. നമ്മൾ വാദിക്കും, നമ്മൾ വിശ്വസിക്കുന്നതാണ് കറക്റ്റ്, നമ്മൾ പറയുന്നതാണ് ശരി എന്നൊരു തോട്ട് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. കാരണം ചില സമയത്ത് നമ്മളെ ഈഗോ സമ്മതിക്കില്ല ഒരു പറയുന്നതാണ് ശരി എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. എല്ലാവരുടെ കേസിലല്ല, കുറച്ച് ആളുകളുടെ കേസിൽ. പക്ഷേ ഒരു നല്ല ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ തെറ്റിദ്ധാരണകൾ മാറും. അങ്ങനത്തെ ഒരു ബുക്കാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതിൽ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിൻ്റെ പേര് തന്നെ കണ്ടില്ല, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണ് ഈ ഒരു ബുക്ക് ത്രൂ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഞാൻ ഒന്നാമത് പറയുകയാണ്, ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഈ ഒരു ബുക്ക് എനിക്ക് പ്രൊമോഷന് വേണ്ടി ഒന്നും അയച്ചു തന്നതല്ല. ലൈക്ക് ഇതൊരു 3-4 വർഷം മുൻപിട്ട് ഞാൻ വാങ്ങിയതാണ്. കറക്റ്റ് എന്നാ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വെറുതെ വാങ്ങിയത് ഈ ഒരു ഹെഡിങ് കണ്ട്, ഈ ഒരു എന്താ പറയുക പേര് കണ്ടിട്ട് ഞാൻ വാങ്ങിയത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ലൈക്ക് മറ്റ് ബുക്സുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയ എന്തോ ഒരു ഹെഡിങ് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇത് വായിച്ച് തുടങ്ങിയപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഇരുന്ന് വായിച്ചു. അങ്ങനത്തെ ഒരു ബുക്ക് ആയിരുന്നത്. കാരണം നമുക്ക് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്, ഒരാൾക്ക് എത്ര മൈൻഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പറയാൻ പറ്റില്ല. ഒരാൾക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് മൈൻഡുകളുണ്ട്. ഇതിൽ നമ്മളെ ലൈഫിൽ നടക്കുന്ന ഈ പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദി സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് ഈ ബുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സത്യത്തിൽ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു തിരിച്ചറിവ് തരിക എന്ന് പറയുമല്ലോ. നമുക്ക് പഠിപ്പിച്ച് തരികയല്ല, നമുക്കൊരു തിരിച്ചറിവ് തരുന്നൊരു ബുക്ക്. അതായിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു ബുക്ക് തോന്നിയത്. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലൈക്ക് മാർക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ലൈക്ക് ഇപ്പോൾ ഏതൊക്കെയാണ് മാർക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഇതിലിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് എന്താ പറയുക, എവറി തോട്ട് ഈസ് എ കോസ് ആൻഡ് എവറി കണ്ടീഷൻ ഈസ് എൻ എഫക്റ്റ്. ഇതുണ്ടോ ഇവിടെ ചെറിയൊരു ഇതിൽ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പേജിലും ഓരോ ഒരു എന്താ പറയുക സെൻറ്റൻസ് ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നടക്കുന്ന കംപ്ലീറ്റ് റിസൾട്ടുകൾ തന്നെ മാറി തുടങ്ങും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതാണ്ടില്ല. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്, ഹെഡിങ് ഉണ്ടോ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മളെ കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിട്ട് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാതെ ചെയ്യുന്നതൊന്നുമല്ല. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്നത്. അതായത് സ്വബോധത്തിൽ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇതിൽ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. ഈ പേജിലൊക്കെ ഞാൻ കുറേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. You think with your conscious mind and whatever you habitually think sinks down into your subconscious mind. അതുപോലെ തന്നെ once the subconscious mind accepts an idea it begins to execute it. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. കറക്റ്റാണ്. നിങ്ങൾ ലൈക്ക് എന്താ പറയുക, ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളെ കോൺഷ്യസ് മൈൻഡ് അത് അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലേക്ക് രാത്രി കയറി പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ പ്രേതമുണ്ട് എന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പേടിയോടുകൂടിയല്ലേ ചെയ്യുക. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഉള്ളിലൊരു പേടിയില്ല. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല, പ്രേതത്തിൻ്റെ യാതൊരു തോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പേടി ഉണ്ടാവുക?
നിങ്ങളെ ഉള്ളിൽ വരുന്ന പേടി, ആ ഒരു പേടി ഉള്ളിലുണ്ടായതുകൊണ്ടാണ് പുറത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും അത് പേടി പോലെ വരുന്നത്. The reaction or response you get from your subconscious mind will be determined by the nature of the thought or idea you hold in your conscious mind. എടാ, ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ പറയാം, നമ്മളെ മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം കുറേ ആളുകൾ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ ബുക്സ് വായിക്കലുണ്ടോ? ഞാൻ ഫസ്റ്റ് പറയുന്നത്, ഞാൻ അധികം ബുക്സ് വായിക്കലേ ഇല്ല. ഇന്ത്യയിൽ മാക്സിമം ഒരു 5 ബുക്ക് ഉണ്ടാവുള്ളൂ മാക്സിമം. അതിൽ തന്നെ 1-2 ബുക്ക് ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുള്ളൂ. ഞാൻ വായിച്ച ഒരു ബുക്ക് ഇതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് എഴുതിയ ഒരു ബുക്കുണ്ട്. എൻ്റെ ഫ്രണ്ട് ആക്ച്വലി ഒരു റൈറ്ററാണ്. അപ്പോൾ ആൾ എഴുതിയൊരു ബുക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മറ്റേ ഗാന്ധിജിയുടെ ബുക്കുണ്ട്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. അത് ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടില്ല, ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അത് വായിക്കണം എന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ബുക്സ് എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ പറയില്ല, മാക്സിമം 5 ബുക്സേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ഒറ്റ ഇതിലിങ്ങനെ വായിച്ച് പോയൊരു ബുക്ക്. കാരണം ഇത് വായിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി, ചെയ്യണമെന്ന് തോന്നി. അതായത് ലൈഫിൽ അങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ തോന്നി. ഇത് ഓരോ ചാപ്റ്റർ പോലെയൊക്കെ എന്താണ് ഇതിലുണ്ടല്ലോ, ഇതൊരു തേർഡ് ചാപ്റ്റർ പോലെ, ദ മിറാക്കിൾ വർക്കിംഗ് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ്. ഇങ്ങനെ ഇതിലൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇത് കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ മാറ്റാനുണ്ടാവും. ഇതൊക്കെ പേഴ്സണലി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറയില്ല, ഞാൻ ഈ ഒരു ബുക്കിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ചെയ്തത്. എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയൊരു ബുക്കാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ്. അപ്പം ആ ഒരു ബുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡൗൺ ആയിട്ടാണ് പോകുന്നത് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബുക്കൊന്ന് വായിച്ചു നോക്കൂ. കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അതായത് ഞാൻ പറയാൻ കാരണം, നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് തിരിച്ചറിയാനും അത് എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കാനും പറ്റിയ ഒരു കിഡിലൻ ബുക്കാണത്. ഇതൊരാൾ വന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഈഗോ ഹേർട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈഗോ ഹേർട്ടാവും, നമ്മൾ വാദിക്കാൻ നിൽക്കും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഒരു നല്ലൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മുടെ പല തോട്ട്സും മാറും. സോ പറ്റുന്നവരൊക്കെ ഈ ഒരു ബുക്കൊന്ന് വായിച്ച് ട്രൈ ചെയ്ത് നോക്കും, ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അത് പറയാനാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതാരെങ്കിലും വായിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.